നമസ്കാരം. മോസ്കോയിൽ നടക്കുന്ന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ചെത്തിയ കമ്പനി വാഗ്ദാനത്തിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തുകയും ഇതിൽ പ്രതിഷേധമറിയിച്ചപ്പോൾ ഖത്തറിൽ നേരിട്ടെത്തിയാൽ വേണ്ട പണം, അതായത് 5 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞതായും ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ മജീസിയ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുകയാണ്. ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ മജീസിയ കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിലൂടെ ഈ ഒരു പ്രതിഷേധം അറിയിച്ചത്. തന്നെ ഖത്തറിലേക്ക് വിളിപ്പിച്ചത് മറ്റു ലക്ഷ്യങ്ങളോടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ് താൻ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതെന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റും മജീസിയ ഇതിനോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും തന്നോട് ഖത്തറിലേക്ക് വരാൻ പറഞ്ഞത് മറ്റു പല ലക്ഷ്യങ്ങളോടെയാണ് എന്ന് മനസ്സിലാക്കി താൻ ആ ഒരു വാഗ്ദാനം വേണ്ട എന്ന് വെച്ചതായും അതിൽ നിന്ന് പിന്മാറിയതായും മജീസിയ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. അതിന്റെ കമന്റായി ഇയാളിൽ നിന്ന് ഞാൻ സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ടിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുമായി ഒരു യുവതി മജീസിയയ്ക്ക് മെസ്സേജ് അയച്ചതും സ്ക്രീൻഷോട്ട് എടുത്ത് മജീസിയ അതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ഒരു വ്യവസായിക്കെതിരെ ഇപ്പോൾ ഉയരുന്നുണ്ട്. എങ്കിലും മജീസിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നിരവധി പ്രവാസികളെയും അതിൽ കാണാൻ സാധിക്കും. അവസാന നിമിഷം സ്പോൺസർ ചതിച്ചതുകൊണ്ട് പണമില്ലാതെ പോയതിന്റെ ഒറ്റ കാരണത്താൽ യോഗ്യത ഉണ്ടായിട്ടും റഷ്യയിൽ നടക്കുന്ന ലോക വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുക്കാനാകാത്തതിന്റെ നിരാശയിലാണ് കേരളത്തിന്റെ ഉരുക്ക് വനിതയായ മജീസിയ ബാബു. രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിക്കുന്നതിനായി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ സഹായം അഭ്യർത്ഥിച്ചും താരം എത്തിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ തനിക്ക് ഇത് ചോദിക്കാമോ എന്നറിയില്ല, എങ്കിലും സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റും താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അഗാധമായ പിന്തുണയാണ് മജീസിയയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എങ്കിലും അതിനാവശ്യമായ പണം സ്വരൂപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സഹായം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് മജീസിയ. മെറിഡിയൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, SJ മെറ്റൽസ്, ദംസ എക്സിബിഷൻസ് ആൻഡ് കോൺഫറൻസ് എന്നീ ബിസിനസ് കമ്പനി അഡ്രസ്സുകളെ പ്രതിനിധീകരിക്കുന്ന നസീർ കണ്ണൂർ എന്നയാളിനെതിരെയാണ് മജീസിയ ബാബു ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. താൻ അനുഭവം പങ്കുവച്ചതോടെ നസീറിനെതിരെ ലൈംഗിക ഉപദ്രവം അടക്കം ആരോപിച്ചുകൊണ്ട് നിരവധി പേർ സന്ദേശങ്ങൾ അയച്ചതായി മജീസിയ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേവ് എ ചൈൽഡ് ഫൗണ്ടേഷനും ഈ ഇടപാടിൽ പങ്കുണ്ട് എന്ന് മജീസിയ കമന്റിൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ സേവ് എ ചൈൽഡ് ഫൗണ്ടേഷൻ ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായത്. കമ്പനി വഞ്ചിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റിന് പിന്നാലെയാണ് മജീസിയ ബാനു തന്റെ സഹായ അഭ്യർത്ഥനയും പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും മജീസിയയ്ക്ക് ഇനി ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരും.